നിങ്ങൾ നിങ്ങളുടെ ശരീരത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹങ്ങളിൽ ഒന്നാണിത്. ഹലോ ഓൾ, നമുക്കിന്നൊരു ബജ്ജി തയ്യാറാക്കിയാലോ? അതിനായി ഞാനിവിടെ 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്, ഒരു 2 ടീസ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്, കുറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്, കായമുണ്ട്, പിന്നെ ഇന്ദുപ്പും എടുത്തിട്ടുണ്ട്. ഇവയെല്ലാം എൻ്റെ കുഞ്ഞുമോളാണ് പാത്രത്തിലേക്ക് ഇട്ടുന്നത്. അവൾക്കത് ഇളക്കുക വേണമെന്ന് വാശി പിടിച്ചതുകൊണ്ട് അവളുടെ ഇഷ്ടത്തിന് ഞാൻ വിട്ടുകൊടുത്തു. ഇവയിലേക്ക് അല്പം വെള്ളവും ഒഴിച്ച് നല്ല തിക്ക് ബാറ്ററായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് മാറ്റി വെച്ചേക്കാം. ഞാനിതിൽ ഒരു സാധനം ആഡ് ചെയ്തിട്ടില്ല. എന്താണ്? ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ സോഡാപ്പൊടി. സാരമില്ല, നമുക്ക് ഇങ്ങനെ കുഴച്ച് ഒരു അരമണിക്കൂർ മാറ്റി വെച്ചിട്ട് ഉണ്ടാക്കിയാൽ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ബജ്ജി തയ്യാറാക്കാം. നല്ല മുളക് ബജ്ജിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. 2 ദിവസമായി മേടിച്ച് വെച്ചിട്ട്, അതുകൊണ്ട് അതിൻ്റേതായ സൗന്ദര്യക്കുറവൊക്കെ ബജ്ജി മുളകിന് കാണുന്നുണ്ട്. ഞാനിങ്ങനെ മുളക് മുറിച്ചതിന് ശേഷം അതിൻ്റെ അരിയെടുത്ത് കളഞ്ഞു. അതിനുശേഷം ലേശം ഓയിലൊഴിച്ച് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു. ഉണ്ടാക്കുമ്പോൾ തന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ തിന്നുന്നുമുണ്ട്. ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ലേശം മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. എന്നാലും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ആതിര IAS. നേരത്തെ കാണിച്ച വീഡിയോയിൽ ഒരു ബജ്ജി ഉണ്ടാക്കുന്നത് കണ്ടു. അതിൽ ഞാൻ ഒരു കൂട്ടം ചേർത്തില്ല. എന്താണത്? സോഡാപ്പൊടി. യെസ്, ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ സോഡാ പൗഡർ. നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ അല്ലെങ്കിൽ മലയാളി വീടുകളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് സോഡാപ്പൊടി. നമ്മൾ വൈകുന്നേരങ്ങളിൽ ഉണ്ടാക്കുന്ന ബജ്ജി, ബോണ്ട, ഉണ്ണിയപ്പം എന്നിവയെല്ലാം സോഫ്റ്റ് ആവാനും കേക്ക് നന്നായി പൊങ്ങി വരുവാനുമൊക്കെ ഇവ യൂസ് ആക്കാറുണ്ട്. ചില ആൾക്കാരോട് ഞാൻ സോഡാപ്പൊടി ഉപയോഗിക്കരുതെന്ന് പറയുമ്പോൾ അവർ പറയാറുണ്ട്, ഡോക്ടറെ, സോഡാപ്പൊടി ഇട്ടില്ലെങ്കിൽ ബജ്ജിക്കൊന്നും ഒരു സൗന്ദര്യവുമില്ലെന്ന്. നമ്മൾ നിസ്സാരമായി കാണുന്ന ഈ വെളുത്ത ചെറിയ പൊടികൾ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ നിസ്സാരമല്ല. ഭക്ഷണത്തിൽ ചേർക്കുന്നത് കൂടാതെ ചിലർക്ക് മറ്റൊരു ശീലമുണ്ട്. രാത്രി കനത്ത ആഹാരം കഴിച്ച് നെഞ്ചെരിച്ചിലോ ഗ്യാസോ ഉണ്ടായാൽ 1 ഗ്ലാസ് വെള്ളമെടുത്ത് അതിൽ 1 സ്പൂൺ സോഡാപ്പൊടിയും ഇട്ട് കലക്കി അങ്ങ് കുടിക്കും. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ വലിയൊരു ഏമ്പക്കവും വിടും. അപ്പോൾ പറയും, ആഹാ, എന്തൊരാശ്വാസമെന്ന്. എന്നാൽ ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ എന്ന നിലയിൽ പൂർണ്ണ ഉത്തരവാദിത്തോടു കൂടി ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹങ്ങളിൽ ഒന്നാണിത്. താൽക്കാലികമായ ഒരു ആശ്വാസത്തിന് നിങ്ങൾ സ്ഥിരമായി സോഡാപ്പൊടി യൂസ് ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ ഹൃദയത്തെയും വൃക്കയെയും ദഹനേന്ദ്രിയങ്ങളെയൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആദ്യം തന്നെ എന്താണ് സോഡാപ്പൊടി എന്ന് നമ്മൾ ശാസ്ത്രീയമായി മനസ്സിലാക്കണം. ഈ ബേക്കിംഗ് സോഡയുടെ ശാസ്ത്രീയ നാമം സോഡിയം ബൈകാർബണേറ്റ് എന്നാണ്. ഇതിൽ പ്രധാനമായി അടങ്ങിയിരിക്കുന്നത് സോഡിയമാണ്, അതായത് ഉപ്പിലൊക്കെയുള്ള അതേ സോഡിയം. ഇതിൻ്റെ പ്രധാന സ്വഭാവം എന്തെന്നാൽ ഇത് ശക്തമായ ഒരു ആൽക്കലിയാണ്. ഇതിൻ്റെ pH ലെവൽ വളരെ കൂടുതലാണ്. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഭക്ഷണത്തെ ദഹിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ വയറിനുള്ളിൽ എപ്പോഴും HCl ആസിഡ് ഉണ്ടാവാറുണ്ട്. നമ്മൾ ഈ സോഡാപ്പൊടി വെള്ളത്തിൽ ചേർത്ത് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥങ്ങളിൽ ചേർത്ത് കഴിക്കുമ്പോൾ ഈ ആൽക്കലി വയറ്റിലെ ആസിഡുമായി ചേർന്ന് കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാക്കുന്നു. ആസിഡും ആൽക്കലിയും തമ്മിൽ ചേരുമ്പോൾ അവിടെ ന്യൂട്രലൈസേഷൻ സംഭവിക്കും. പ്രക്രിയയുടെ ഫലമായിട്ട് വളരെയധികം കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളപ്പെടുന്നു. ഇതാണ് സോഡാപ്പൊടി കുടിച്ച ഉടനെ നിങ്ങൾക്ക് വരുന്ന ആ ഒരു വലിയ ഏമ്പക്കം. ആസിഡിന്റെ വീര്യം പെട്ടെന്ന് നേരം കുറയും. അപ്പോൾ നിങ്ങൾക്ക് നെഞ്ചെരിച്ചിൽ കുറയുന്നതായിട്ട് താൽക്കാലികമായിട്ട് തോന്നും. പക്ഷേ കഥ അവിടെ തീരുന്നില്ല. യഥാർത്ഥ വില്ലന്റെ കളി അവിടെ തുടങ്ങുകയാണ്. ഈ സോഡിയം ബൈകാർബണേറ്റിന്റെ നിരന്തരമായ ഉപയോഗം, അതായത് സോഡാപ്പൊടിയുടെ നിരന്തരമായ ഉപയോഗം കൊണ്ട് നിങ്ങളുടെ ശരീരത്തിൽ ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടാകും. കൂടാതെ ഹൃദ്രോഗങ്ങളും വരാൻ സാധ്യതയുണ്ട്. ഇതൊന്നും കൂടാതെ വൃക്കകളും അപകടകരമാവും. നമ്മുടെ ശരീരത്തിലെ ആന്തരിക ഘടനയെ ഒരുപാട് മാറ്റം വരുത്താൻ ഈ സോഡാപ്പൊടിക്ക് സാധിക്കും. ആർക്കൊക്കെയാണ് ഇതൊട്ടും കഴിക്കുവാൻ പാടില്ലാത്തത്? ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാർക്കും ശരീരത്തിൽ നീർക്കെട്ട് വരാനും കുഞ്ഞിന് വരെ അപകടമാവാനും സാധ്യതയുണ്ട്. ഇത് 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾ. കുഞ്ഞുങ്ങളുടെ ദഹന വ്യവസ്ഥ വളരെ സെൻസിറ്റീവാണ്. കുഞ്ഞുങ്ങൾക്ക് ഡീഹൈഡ്രേഷനും ഗുരുതരമായ ലവണ വ്യതിയാനങ്ങളും വരാൻ ഇവ സാധിക്കും. ഹൃദ്രോഗികളും പ്രഷർ ഉള്ളവർക്കും. ഇതിലടങ്ങിയിരിക്കുന്ന സോഡിയം ഇവരുടെ അവസ്ഥയെ വഷളാക്കും. കിഡ്നി അല്ലെങ്കിൽ ലിവർ രോഗമുള്ളവർ ഇത് ഉപയോഗിക്കാൻ പാടില്ല. ഇതിന് പകരമുള്ള സുരക്ഷിതമായ മാർഗങ്ങൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. വളരെ ലളിതമായ ചില ചെറിയ കുറുക്കുവഴികൾ ചെയ്താൽ ഈ സോഡാപ്പൊടി ഉപയോഗം നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാം. ബജ്ജി ഉണ്ടാക്കുമ്പോൾ മാവ് നന്നായി കൈകൊണ്ട് അടിച്ചെടുക്കുക. അല്പം എണ്ണ ചേർത്ത് കുറച്ച് സമയം വെച്ചാൽ സോഡാപ്പൊടി ഉപയോഗിക്കുന്നതിനേക്കാൾ നന്നായിട്ട് സോഫ്റ്റും രുചിയുള്ളതും ആയി വരും. നിങ്ങൾക്ക് നെഞ്ചെരിച്ചിൽ ഉണ്ടാകുമ്പോൾ ഓടിച്ചെന്ന് 1 സ്പൂൺ സോഡാപ്പൊടി എടുത്ത് കുടിക്കുന്നതിന് പകരം
ഒരു ചെറിയ കഷ്ണം കുക്കുംബർ എടുത്ത് കഴിക്കുകയോ അല്ലെങ്കിൽ മോര് കുടിക്കുകയോ ചെയ്താൽ വളരെ പെട്ടെന്ന് തന്നെ ആശ്വാസം കിട്ടുന്നതാണ്. ഞാൻ എൻ്റെ യൂട്യൂബിൽ അസിഡിറ്റിനെ പറ്റി ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. സംശയമുള്ളവർക്ക് അത് പോയി കാണാവുന്നതാണ്. ജീരകവെള്ളം, ഇഞ്ചി നീര് ഇവയെല്ലാം നല്ലൊരു പ്രതിവിധിയാണ്. തുടർച്ചയായിട്ട് അസിഡിറ്റി ഉള്ളവർ ഇത് പാടെ ഒഴിവാക്കേണ്ടതാണ്. അങ്ങനെ അസിഡിറ്റി ഉള്ളവർ പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതും ആണ്. ഞാനെന്ന് പറഞ്ഞോളട്ടെ, ഈ ചെറിയ പൊടി ഒരു നുള്ളെടുത്താണ് നമ്മൾ ഈ ബജ്ജിയിലും ബോണ്ടയിലും ഒക്കെ ചേർക്കുന്നത്. അത് എത്രമാത്രം വീര്യം ചെന്നതാണെന്നും അത് നമ്മുടെ ശരീരത്തിന് എത്രമാത്രം ദോഷകരമാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ എന്തിനാണ് നമ്മളുടെ ശരീരത്തിനോട് ഇത്രയും ദോഷകരമായ പ്രവൃത്തികൾ ചെയ്യുന്നത്? ഇവയൊന്നുമില്ലാതെ തന്നെ നല്ല രുചികരമായ ഭക്ഷണം തയ്യാറാക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കും. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും അമ്മമാർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ ഞാൻ മറുപടി പറയുന്നതായിരിക്കും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. മറ്റൊരു പ്രധാന ആരോഗ്യ വിവരവുമായി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.